പിടിക്കാൻ പോവുകയാണ്. വെള്ളം അടിക്കാറായാലും തുടങ്ങാൻ പോണ കേട്ടോ. അത് എന്തെങ്കിലും ചുമ്മാ നടത്തേ സാധനം വിലയുണ്ടോ മണി മാത്രമേ ഉള്ളൂ. പരുന്ത് വരാനുണ്ട്. പരുന്തിന്റെ വെച്ചാലേ അത്. ആ പരുന്ത് എറിഞ്ഞാൽ മഴയ്ക്കാന്നാ പറഞ്ഞത്. പരുന്തൊക്കെ ഇവിടുത്തെ അതിഥികളായിരിക്കും. ഇത് കാര്യമായിട്ടില്ല. ഇവിടെ ഒരു വിളവെടുപ്പ് ഉത്സവം നടത്തിയതാണല്ലോ. ആ ഇനി അവിടെ നിർത്തിക്കുക, ഇനി അവിടെ നിർത്തിക്കുക. നീ നിർത്ത. ഇതാ ഓട്ടയാ. ആ അതെ അതെ അത് കൂട്ടി കെട്ടിയാലേ കറക്റ്റ് പോണം കേട്ടോ. അതിനാണല്ലോ മണി. പല പലവില്ലടാ. ഈ സൈഡ് കൈ തന്നെ വേണം. ഇത് ശരിയെ എറിഞ്ഞ് പോവാ. ഈ ഇങ്ങനെ ചെറുത് ഓർമ്മ ഉണ്ടോ കാലിക്കറിഞ്ഞ് ഇടിയുണ്ടല്ലോ. അത് പുറത്തുനിന്ന് നല്ലതാ. ഇതിലൊരു വലിയ അനവാസം ഉണ്ടടാ. അവന് ഇതേ വരെ കിട്ടിയിട്ടില്ല. മറ്റേ ഷെൽസ് ചെയ്ത് തെങ്ങിന്റെ ഉണ്ടാക്കി കയറി എടുക്കട്ടെ. അതുവരെ ഇപ്പൊ ഒരു ഇടി കാണാം. നടക്കാൻ പോണു. ബഹളം ഉണ്ടാവാൻ പോണേ ഉള്ളു. കുളത്തി ചാടാണ്ടിരുന്നാ മതി. കാലം കൊണ്ട് അടിയിൽ കൂട്ടുക. ഇടി പോടാ. ഇടി ആ ഉണ്ടാവും കിടച്ചു പോകാൻ കൈവരെ ഇവിടെ മണി ഇവിടെ ഇരിക്കുമായിരുന്നു അടിയിൽ. പൊക്കി വെച്ചാടാ. ചെറിയ വല കൊണ്ടുവന്ന കൊണ്ടുവന്നില്ലേ? അതെ ഇത് എടാ വല എടുത്ത. ആ അവിടെ വെച്ചാ അവിടെ വെച്ചാ. ഓക്കെ ഇതല്ലേക്കാ. ആ അത് തന്നെ. ഇത് മൊത്തത്തിൽ ഒന്ന് പിടിച്ചു. ആ പിടിച്ചിട്ടുണ്ട്. എടുത്തോണ്ടിരിക്കുക. ആ ഓക്കെ ഓക്കെ എടുത്തോണ്ടിരിക്കുക. അനബസ് കയറിയാ? അവന് 1 കിലോ ഉണ്ട്. 1 കിലോ? ആ അതെ അടിപൊളി അനാബസ്. ഇക്കാവുന്ന അനാബസിന്റെ ഒക്കെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന തന്നെ. ഓക്കെ മൊത്തം നീ വലുത് നോക്കിയെടുക്കാം. വലുത് നോക്കിയെടുക്കടാ. എന്നിട്ട് മറ്റേത് തന്നെ കൊണ്ടുപോയി ഒന്നായിട്ട് കുളത്തിലേക്ക് ചവിട്ടി വിടാം. 2 6 അതിന് 4 5 ആ 2ആയോ? മേടിക്കടതിനെ 2ആയവനെ ഉദ്ദേശം. ഓർമ്മ ഒരു വലുതോടെ ഉണ്ട്. അനവാസം കൊടുത്താക്കാം. ഇരിക്കി എടുക്കണം.
നമുക്ക് കൊടുക്കണ്ട. ആ ഒരെണ്ണോടെ കിട്ടോ ഞാൻ കൂടുതലാണ്. ബാക്കിയുള്ളത് ആ മൂലയ്ക്ക് ബാക്കി ഇത് അതേപടി തന്നെ ഏതിലേക്കാണ് കൊണ്ടുപോയി വിടണ്ടേ? ഈ തൊട്ടപ്പുറത്തേക്ക് വിടും. അതും കൂടി അങ്ങോട്ട് വിടും. അങ്ങോട്ട് എന്നിട്ട് കരയെ കയറിക്കും ഇതിലേക്ക് കൊണ്ടുപോയി വിടും. നീ വരണ്ടേ? സെറ്റ്. ഇനി സാറിന് സത്യത്തിലൊന്നും അറിയില്ല, എന്നെ കൂടെ നടക്കുന്നു. അതിനെ പിടിക്കാനൊന്നും പറ്റില്ല. അതിൻ്റെ ചെകളയിലുമുള്ള മൊത്തമുള്ള ഒരു കൊല്ലം അനാബാസ്. ഒരു കൊല്ലമായില്ലേ? ഏകദേശം ഒരു കൊല്ലമായിട്ട് നമ്മൾ പിടിക്കാതെ ഇങ്ങനെ ഇട്ടിരുന്നോണ്ട് ഇങ്ങനെ നടക്കണമെന്നുള്ളൂ. അപ്പൊ ഇത് ഈ വലിയ തിലാപ്പികളുടെ കൂടെ കിടക്കുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല, ഉണ്ടായിട്ടില്ല. എല്ലാവരും ഇങ്ങനെ ആക്രമിക്കുമെന്നൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. നല്ല ക്യൂട്ടായിട്ടുണ്ട് പുള്ളി. നല്ല ഏകദേശം 1 കിലോ അടുത്ത് കാണുമായിരിക്കും. 1 കിലോ അടുത്ത് കാണുമായിരിക്കും അല്ലേ? ഇത് മുള്ളു. മുള്ളു ലോക സീനാട്ടാ കൊണ്ട് കയറിയ. ഇതിൻ്റെ ഈ ചെതല ഇതല്ല, ഈ ചെകള ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ മടങ്ങുക. ഇത് കുത്തിയിട്ടാണ് ഇതിങ്ങനെ കരക്കട കയറി പോണേ. എന്തോ ക്ലൈംബിംഗ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു സെക്ഷനിലേക്കാണ് ഇത് പോകുന്നത്. തുമാരെ ഇവനെ എടുക്കുവാണോ? തിലാപ്പികളുടെ കൂടെ. ഇത് വലിപ്പമുള്ള തിലാപ്പിയ അല്ലേ? ഇത് ഏത് ഇനമാണെന്നൊന്ന് നമ്മുടെ നൈലോട്ടിക്ക വളരില്ലേന്ന് ചോദിക്കുന്നവരോട് ഒന്ന് പറയാൻ പറ്റിയൊരു ഐറ്റം. കടിച്ചു പിടിച്ച 1 കൊല്ലം കൊണ്ടുള്ള നൈലോട്ടിക്കയുടെ വളർച്ച. 1 കൊല്ലം ആയില്ല. നൈലോട്ടിക്ക 6-7 മാസം കൊണ്ട് നൈലോട്ടിക്കയുടെ വളർച്ച. പിടിക്കാതെ ഇങ്ങനെ ഇട്ടുണ്ട് ഇങ്ങനെ നടക്കണമെന്നുള്ളൂ. അന്ന് തിരിഞ്ഞ് ചെറിയ കുഞ്ഞായോണ്ട് പിരിഞ്ഞു വിട്ടതാണ്. അപ്പോൾ 1 കൊല്ലത്തെ കൃഷിക്ക് ഈ നൈലോട്ടിക്ക കൊള്ളാം അല്ലേ? അടിപൊളി. ഞാനും തിലാപ്പിയയിൽ എന്തൊക്കെ വന്നാലും നൈലോട്ടിക്കയുടെ ഫാന. ബാക്കിയുള്ളതെല്ലാം തിലാപ്പികൾ തന്നെ അല്ലേ? അമ്മാരെന്നാ വിട്ടേരെ, നമുക്ക് ബാക്കി കൂടി ഒന്ന് എടുത്തേക്കാം. ഇത് ഫീമെയിലാന്ന് തോന്നുന്നു. അത് ഫീമെയിലാന്ന് തോന്നുന്നു. ഒരു ലുക്ക് വന്നിട്ടില്ല അവൻ്റെ അത്. വര തിലാപ്പിയ കുഞ്ഞുങ്ങളല്ലേ? ഇത് കുഞ്ഞുള്ളപ്പാ. ഇതെന്നാ പറയണ്ടേ? കുഞ്ഞുള്ള അപ്പുറത്തേക്ക് സെറ്റാക്കുക. അടുത്ത വീശലിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഷൈനാസിക്ക. വെള്ളം കുറവാലേ ഇപ്പൊ പിടിക്കാനായിട്ടല്ലേ? ഇനി അനാവസ് കാണൂ? ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ, അത് കിട്ടാതെ ഇരുന്നിട്ട് ഇന്ന് കിട്ടുകയും ചെയ്തു. ഒരു സൈഡില് മണി ഉണ്ടല്ലേ താഴെ? അല്ലെ നമ്മള് കയ്യോ വെച്ച് ചേർത്ത് മണി എന്നാണേലും വേണം താഴെ. അപ്പൊ ഇത് മണി നിലത്തോടെ ഒരഞ്ഞ് കയറി വരും ഇങ്ങനെ. കുറച്ച് മാറി നോട്ടോ ഇതിനെ. സൈഡില് ചെറിയ മടയില്ലേ, ആ മടയൊക്കെ കയറി നിൽക്കുക കേട്ടോ. സൈഡില് പൊത്തു പോലെ ഉണ്ടല്ലേ? ചെറിയ ചെറിയ പൊത്തുകളുണ്ട്. കാണില്ല.
അതിനെ കൈകൊണ്ട് എടുത്തല്ലേ? ഞാൻ കയറി കാലിന്റെ അടിയിൽ പമ്മി ഇരിക്കുകയാണ്. ചേർത്ത് കഴിഞ്ഞു. ഇതവിടെ മീൻ ഉണ്ട് കയറി. കേട്ടോ ടൈറ്റായോ? ടൈറ്റായി ഇങ്ങനെ കൂട്ടിയെടുത്താലോ? മരേ കുഞ്ഞന്മാരുണ്ടല്ലോ. ഇത് കഴിഞ്ഞായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി വിട്ടത്. അടുത്തതിൽ നിന്ന് ഒരു വലുതെടുക്കാം. ഇതിൽ നോക്കണ്ട. വലുതായിട്ട് പോകാല്ലേ? ആക്സസ് പിടിക്കുക. അടുത്ത കുളത്തിലേക്ക് മീനെ പിടിക്കാനായിട്ട് ഇറങ്ങുകയാണ്. ഇതിന് തിലാപ്പിയ തന്നെയല്ലേ കൂടുതലും? അതിൽ കുട്ടിക്കടയൊക്കെ ഒന്ന് തപ്പണം കേട്ടോ. മരാതിക്കട കയറി നിൽക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ പൈപ്പ് എടുക്കണം കേട്ടോ. ചവിട്ടി പിടിച്ചിട്ട് കണ്ടില്ലേ ഇതേ? ഇതിൽ മീൻ കുറവാണേക്കാ? ഇതിൽ മീൻ കുറവാണ്. പൈപ്പ് എടുക്കൂല്ലേ? അങ്ങനെ എത്തിയാൽ അങ്ങനെ എത്തിയാൽ ഓവർഫ്ലോയുടെ പൈപ്പാല്ലേ? ഉണ്ട്. അല്ല ഒത്തിരി ഇല്ല. കുഞ്ഞുങ്ങളുണ്ടല്ലോ. വിൽക്കാറാണ്. മതി മതി. ഇതിൽ ഒറ്റക്കോരി മതി. ആ പൈപ്പ് താത്തി വെച്ചേ. ഇതിൽ പിടിക്കാറായ കുഞ്ഞാടാ വേണ്ട. അത് ഇതിൽ കിടന്നോട്ടെ. പെട്രോളോട്ടൊക്കെ കൂടെ കയറ. നോക്കിയിട്ട് എന്നാ കൊണ്ടേ വിടാ. നീ എടുക്കാനൊക്കെ പാടാ. അതിൽ ഒരു വലിയ എടുക്കട്ടെ. ഒരു വലിയ എടുക്കട്ടെ. മറ്റു കഴിഞ്ഞില്ലെങ്കിലോ. വലുതെടുക്കുന്നുണ്ടോ ഇതിനകത്ത്? ഓർമ്മ എടുക്കാം. വലയുണ്ടേ. ഇപ്പം നോക്കിയാടാ. അവനാലേ തീരാ. അതെ അവിടെ. അതും കൂടി മതി വെച്ചോ. അതും കൂടി മതി. അവൻ തന്നെ. വേണ്ട. അടിപൊളി അടിപൊളി. ഇട്ടാ
വളർച്ചയാണ് ഇത് രണ്ടും. രണ്ടും ഒരു കൊല്ലത്തെ അല്ലേ? നൈലോട്ടിയും അനാബാസും. ഇത് രണ്ടും ഏകദേശം ഒരു 8 മാസം. കഴിഞ്ഞ ജൂണിൽ ജൂൺ പറയാൻ പറ്റില്ല. ജൂലൈ അവസാനം ഓഗസ്റ്റിലാണ് വിട്ടേ. ജൂൺ ജൂലൈ രണ്ടും 1 കിലോ അടുത്തുണ്ടാവും അല്ലേ? കിടക്കണ മീനുകൾ. ഒരു അനാബസും 3 തിലാപ്പിയും.